പഞ്ചായത്ത് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പല ട്വിസ്റ്റുകളും ഇന്ന് കേരളം കണ്ടു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നാടകീയ സംഭവങ്ങൾ. ഏറ്റവും അപ്രതീക്ഷിതമായ നീക്കം അത് വന്നത് തൃശൂരിലെ മറ്റത്തൂരിൽ നിന്നാണ്. നമുക്ക് ആദ്യം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മറ്റത്തൂരിലെ കക്ഷിനില എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നമ്മുടെ മുന്നിലേക്ക് ആ കണക്കുകൾ വരികയാണ്. ഈ കാണുന്നത് പോലെ LDFന് 10 സീറ്റ്, UDFന് 8, NDAക്ക് 4, സ്വതന്ത്ര 2. ഇതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം വന്നപ്പോൾ മറ്റത്തൂരിലെ കക്ഷിനില എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഇനി ഇന്നത്തെ മറ്റത്തൂരിലെ കണക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. അതായത് LDFൽ ഒരു മാറ്റവുമില്ല, LDF 10 തന്നെയാണ്. പക്ഷേ UDF വട്ടപൂജ്യമായിരിക്കുകയാണ്. NDAയിലേക്ക് അതായത് UDFിലുണ്ടായിരുന്ന എല്ലാവരും NDAയിലേക്ക് ചേക്കേറുകയാണ്. NDA 12 നിൽക്കുന്നു, സ്വതന്ത്രർ 2. ഇങ്ങനെയാണ് ഇത് മറ്റത്തൂരിലെ ഏറ്റവും പുതിയ ഇന്നത്തെ കണക്കാണ്. അതായത് കൈപ്പത്തിയിൽ ജയിച്ച എല്ലാവരും രാജിവെച്ച് BJPയുമായി ഒരു പുതിയ സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. 20 വർഷത്തിലധികമായി LDF ഭരിക്കുന്ന പഞ്ചായത്താണ് മറ്റത്തൂർ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് തന്നെ കോൺഗ്രസിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മറ്റത്തൂരിൽ എന്താണ് സംഭവിച്ചത്? MS ലിഷോയ് പറഞ്ഞുതരും. ജില്ലാ നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങളാണ് ഈ ഒരു നീക്കത്തിലേക്ക് കാരണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. BJPയുമായി സഖ്യം ചേർന്ന് LDFനെ അവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമായി അവിടെ ഉയർന്നു വന്നിരുന്നത്. പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിലൊരു സഖ്യം രൂപീകരിച്ചിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല. എങ്കിൽ പോലും ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഇനിയിപ്പോൾ DCCയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടാവുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണുന്നത്. എന്തായാലും കോൺഗ്രസും അവിടെ നിന്ന്, അതായത് കോൺഗ്രസിൻ്റെ നേതാക്കളായി സ്ഥാനാർത്ഥികളായി വിജയിച്ചു കയറിയ 8 പേരും BJPയുടെ 4 പേരും ആണ് നിലവിൽ അവിടെ ഒരു സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു വിമത സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ തന്നെ വിമത സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിരിക്കുകയാണ് മറ്റത്തൂരിൽ.